കളിച്ചും ചിരിച്ചും അവധിക്കാലം ആഘോഷിക്കാൻ പോയവർ ചേതനയേറ്റ് മടങ്ങിയപ്പോൾ രാജ്യം ഒന്നാകെയാണ് നീറിപ്പുകഞ്ഞത്. വേദന പതിയ രോഷത്തിന് വഴിമാറി. മുൻപ് പലതവണയും പാക് ഭീകരർ ഇന്ത്യൻ അതിർത്തി കടന്നെത്തി മുംബൈയിലും ന്യൂഡൽഹിയിലും അടക്കം സ്ഫോടനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യ സംയമനം പാലിക്കുകയായിരുന്നു. ഇത്തവണയും ഇന്ത്യയിൽ നിന്ന് അത്തരമൊരു നീക്കമാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കി ഇന്ത്യ കനത്ത നടപടികളിലേക്ക് കടന്നു. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും അടിക്കാൻ ഇന്ത്യ സജ്ജമായി. യുദ്ധത്തിന്റെ സാധ്യതകൾക്ക് ആക്കം കൂട്ടി ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് അറബിക്കടലിൽ കാർവാർ തീരത്ത് വിന്യസിക്കുകയും ചെയ്തു. അടിക്കാൻ വരുന്നവരെ അടിയോടെ അറക്കുന്നവരാണ് INS വിക്രാന്ത്. ഡിസ്ട്രോയർ, ഫ്രീഗേറ്റ്, അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പൽ, സപ്പോർട്ട് ഷിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന അതിമാരകമായ യൂണിറ്റാണ് INS വിക്രാന്ത്. മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ പായുന്നവനാണ് INS കൊൽക്കത്ത. ഇലക്ട്രോണിക് വാർഫെയർ, ഡീകോയ് സംവിധാനങ്ങൾ ഉൾപ്പെടെ 6 തരം ആധുനിക സെൻസറുകളാണ് INS കൊൽക്കത്തയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിശാഖപട്ടണം ക്ലാസിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS വിശാഖപട്ടണം. പരമാവധി വേഗത മണിക്കൂറിൽ 56 കിലോമീറ്റർ ആണ്. 45 ദിവസം കടലിൽ തങ്ങാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലിന് 50 ഉദ്യോഗസ്ഥരെയും 250 നാവികരെയും ഉൾക്കൊള്ളാനും കഴിയും. INS വിശാഖപട്ടണത്തിൽ 32 ബറാക് 8 മിസൈലുകൾ, 16 ബ്രാമോസ് കപ്പൽവേധ മിസൈലുകൾ, 4 ടോർപിഡോ ട്യൂബുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. 2022 നവംബർ മുതൽ ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പമുണ്ട് INS പോർമുഗാവോ. 32 ബറാക് 8 മിസൈലുകൾ, 16 ബ്രാമോസ് കപ്പൽവേധ മിസൈലുകൾ, 4 ടോർപിഡോ ട്യൂബുകൾ, 2 അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ, 7 തരം തോക്കുകൾ, 6 കവാച്ച് ഡീകോയ് ലോഞ്ചറുകൾ, 2 ധ്രുവ് സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ എന്നിവ INS മോർമുഗാവോയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 262 മീറ്റർ നീളവും 59 മീറ്റർ വീതിയുമുള്ള INS വിക്രാന്തിന് ഏകദേശം 45,000 ടൺ ഭാരമുണ്ട്. കൂടാതെ 40 യുദ്ധവിമാനങ്ങൾ വഹിക്കാനും കഴിയും. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലിൽ 1.10 ലക്ഷം കുതിരശക്തി പുറപ്പെടുവിക്കുന്ന ശക്തമായ ജനറൽ ഇലക്ട്രിക് ടർബൈനുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. 2 MiG-29K യുദ്ധവിമാനങ്ങളും 10 KMOK 31 ഹെലികോപ്റ്ററുകളും ഇതിൽ ഉണ്ട്. ഇതിനൊപ്പം കരുത്തായി മറ്റ് യുദ്ധക്കപ്പലുകളും ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞു.